ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ മുന്നേറ്റത്തിൽ ഊർജ്ജ മേഖലയ്ക്ക് നിർണായക പങ്കുവഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഊർജ്ജ വാരാചരണത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. 1330 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് ഗോവയിൽ തുടക്കം കുറിക്കും. ഭീകരതയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഏകീകൃത സിവിൽ കോഡ് ബിൽ ഉത്തരാഖണ്ഡ് സർക്കാർ നിയമസഭയിൽ വച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കുട്ടികളെ ഉപയോഗിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബിംസ്റ്റെക് അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ ഊർജ്ജ മേഖലയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവയിൽ ഇന്ത്യ ഊർജ്ജ വാരം 2024 അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 6 മാസങ്ങളിൽ 7.5% വളർച്ച കൈവരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ആഗോള വളർച്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഉയർന്ന നിരക്കാണിത്. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്ന് IMF കണക്കുകൾ വ്യക്തമാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. हम ऐसे ही तेज गति से आगे बढ़ेंगे. आज पूरी दुनिया के एक्सपर्ट्स ये मान रहे हैं कि भारत जल्द ही विश्व की तीसरी सबसे बड़ी अर्थव्यवस्था बनेगा. भारत की इस ग्रोथ स्टोरी में एनर्जी सेक्टर की बहुत महत्वपूर्ण स्वाभाविक रूप से उसका महात्म्य बढ़ रहा है. ഊർജ്ജ ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് 4 ദിവസത്തെ ഇന്ത്യ ഊർജ്ജ വാരത്തിന്റെ ലക്ഷ്യം. 17 രാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ മന്ത്രിമാർ ഉൾപ്പെടെ 35,000 പ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി, ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഉൾപ്പെടെയുള്ള പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായി. ആഗോള എണ്ണവാതക കമ്പനി സിഇഒമാരുമായും വിദഗ്ധരുമായും പ്രധാനമന്ത്രി ഇതിനോടനുബന്ധിച്ച് കൂടിക്കാഴ്ച നടത്തും. ONGC സർവൈവൽ സെന്ററിന്റെ ഉദ്ഘാടനവും ശ്രീ മോദി ഇന്ന് ഗോവയിൽ നിർവഹിച്ചു. ഇന്ത്യയുടെ സമുദ്ര അതിജീവന പരിശീലന ആവാസ വ്യവസ്ഥയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള സംയോജിത പരിശീലന കേന്ദ്രമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1330 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഗോവയിൽ ഇന്ന് തുടക്കം കുറിക്കും. ഗോവ NITയുടെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിന്റെയും പുതിയ ക്യാമ്പസുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ദക്ഷിണ ഗോവ ജലശുദ്ധീകരണ പ്ലാന്റ്, പനാജി റേസ് മാഗോസ് പാസഞ്ചർ റോപ്പ് വേ എന്നിവയുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ നിയമിതരാകുന്ന 1930 പേർക്കുള്ള നിയമന ഉത്തരവും പ്രധാനമന്ത്രി കൈമാറും. ഉച്ചതിരിഞ്ഞ് നടക്കുന്ന വികസിത് ഭാരത് വികസിത് ഗോവ പരിപാടിയിലൂടെ പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രങ്ങളും ശ്രീ മോദി വിതരണം ചെയ്യും. ഭീകരതയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കഴിഞ്ഞ 10 വർഷത്തിനിടെ NDA സർക്കാർ വ്യക്തമായ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ORF വിദേശനയ സർവേ 2023 ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. മറ്റു രാജ്യങ്ങളുമായി സുഹൃത്ത് ബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെങ്കിലും വിദേശ സുരക്ഷാ നയങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തില്ല. G20 അധ്യക്ഷ പദവി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചതായും ഇത് നയതന്ത്ര വിജയമാണെന്നും ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്തോളം വിവേചനം കാണിച്ചിട്ടില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ രാം മേഘ്വാൾ. റവന്യൂ വിഹിതത്തിൽ കേന്ദ്രം വിവേചനം കാണിക്കുന്നതായി പ്രതിപക്ഷം തെറ്റായ ആരോപണം ഉന്നയിക്കുന്നതായും മന്ത്രി പാർലമെന്റ് സമുച്ചയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കണക്കുകൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി L. മുരുകനെതിരെ DMK അംഗം TR ബാലു നടത്തിയ പരാമർശം ലോക്സഭയെ ഇന്ന് പ്രക്ഷുബ്ധമാക്കി. തമിഴ്നാടിന് പ്രകൃതി ദുരന്തത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ നേരിടാൻ DMK അംഗം കേന്ദ്ര സഹായം ആവശ്യപ്പെടുന്നതിനിടെ ചോദ്യം പ്രസക്തമല്ലെന്ന് ശ്രീ L. മുരുകൻ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. തുടർന്ന് ശ്രീ TR ബാലു മന്ത്രിക്കു നേരെ നടത്തിയ പരാമർശങ്ങളാണ് വിമർശനത്തിന് ഇടയായത്. കേന്ദ്രമന്ത്രിമാരും ഭരണപക്ഷ MPമാരും DMK അംഗത്തിനെതിരെ രംഗത്ത് വന്നു. ഏകീകൃത സിവിൽ കോഡ് ബിൽ ഉത്തരാഖണ്ഡ് സർക്കാർ നിയമസഭയിൽ മേശപ്പുറത്ത് വച്ചു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ്
ധാമിയാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ബിൽ പഠിക്കുന്നതിന് പ്രതിപക്ഷം സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ഏകീകൃത സിവിൽ കോഡ് അവതരിപ്പിക്കാൻ ഇന്നലെയാണ് ഉപദേശക സമിതി അനുമതി നൽകിയത്. ബിൽ പാസാക്കിയാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കുട്ടികളെ ഉപയോഗിക്കരുതെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് കർശന നിർദ്ദേശം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് റാലികൾ, പ്രകടനങ്ങൾ, ലഘുലേഖാ വിതരണം തുടങ്ങി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കരുതെന്നാണ് നിർദ്ദേശം. പ്രചാരണ പരിപാടികളിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ നേതാക്കളും കുട്ടികളെ കൈകളിലേറ്റുന്നതും വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നതും പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന നിലയ്ക്കല്ലാതെ രക്ഷിതാക്കൾക്കൊപ്പം കുട്ടികൾ എത്തുന്നതിന് തടസ്സമില്ല. ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് ഡൽഹിയിലെ ബസ്സുകളിൽ സൌജന്യ യാത്ര പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. തീരുമാനത്തിന് സംസ്ഥാന മന്ത്രിസഭ ഉടൻ അംഗീകാരം നൽകുമെന്നും ശ്രീ കെജ്രിവാൾ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ജില്ലാ മജിസ്ട്രേറ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സൌജന്യ ബസ് സർവീസ് പ്രയോജനപ്പെടുത്താം. സൈബർ തട്ടിപ്പുകൾക്കെതിരെ സംസ്ഥാന പോലീസ് ജാഗ്രതയോടെ നടപടികൾ സ്വീകരിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ 520 പോലീസ് സ്റ്റേഷനുകളിലും സ്ഥാപിച്ച CCTV നിരീക്ഷണ ക്യാമറകളുടെ പ്രവർത്തന ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം സൈബർ തട്ടിപ്പുകളിലൂടെ 200 കോടിയിലധികം രൂപയാണ് നഷ്ടമായത്. തട്ടിപ്പിന് ഇരയാകുന്നവർ 1930 എന്ന നമ്പറിൽ വിളിച്ച് ഉടൻ തന്നെ പരാതി സമർപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് വന്ദനയുടെ പിതാവ് മോഹൻദാസ് ആണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ ഗുരുതര വീഴ്ചയോ കുറ്റകൃത്യമോ സംഭവിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയാണ് ആവശ്യം ഹൈക്കോടതി തള്ളിയത്. നിലവിലെ അന്വേഷണം തൃപ്തികരമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അതിനിടെ കേസിലെ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ കക്ഷികൾക്കും സ്വതന്ത്രർക്കുമുള്ള ചിഹ്നങ്ങൾ പുതുക്കി അനുവദിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. ദേശീയ രാഷ്ട്രീയ കക്ഷികൾ, കേരളത്തിലെ സംസ്ഥാന രാഷ്ട്രീയ കക്ഷികൾ, മറ്റ് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന രാഷ്ട്രീയ കക്ഷികൾ, കേരള നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ കക്ഷികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ കക്ഷികൾ, സ്വതന്ത്രർ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ എന്നിങ്ങനെ 4 പട്ടികകളിലാണ് ചിഹ്നം അനുവദിച്ചത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബിംസ്റ്റെക് അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണ തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള 7 ബിംസ്റ്റെക് അംഗരാജ്യങ്ങളാണ് 6 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ബിംസ്റ്റെക് രാഷ്ട്രങ്ങൾക്കിടയിലെ ബന്ധം വെളിവാക്കുന്ന വേദിയാണ് കായികമേളയെന്ന് ചടങ്ങിൽ ശ്രീ ഠാക്കൂർ പറഞ്ഞു. ഇന്ത്യ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മ്യാൻമർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലാന്റ് എന്നീ രാജ്യങ്ങൾ ചേർന്നതാണ് ബിംസ്റ്റെക് കൂട്ടായ്മ. രാജ്യത്തെ ആദ്യ എപ്പിഗ്രഫി ഡിജിറ്റൽ മ്യൂസിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി നിർവഹിച്ചു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഹൈദരാബാദിലെ സാലർ ജംഗ് മ്യൂസിയത്തിലാണ് സംവിധാനം ഒരുക്കുന്നത്. വിവിധ ഭാഷകളിൽ വിവിധ കാലഘട്ടങ്ങളിലായി എഴുതപ്പെട്ട 1 ലക്ഷത്തോളം പുരാതന ലിഖിതങ്ങൾ എപ്പിഗ്രഫി മ്യൂസിയത്തിന്റെ ഭാഗമാകും. കലയും പൈതൃകവും എല്ലാവർക്കും പ്രാപ്യമാകുന്നതിനായി സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 346 പോയിന്റ് ഉയർന്ന് 72,082-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 112 പോയിന്റ് നേട്ടത്തിൽ 21,886-ലും വ്യാപാരം തുടരുന്നു. റഷ്യയുടെ തെക്കുപടിഞ്ഞാറൻ മേഖലയിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണ നീക്കം തകർത്തതായി റഷ്യ. ഗുദ്കിൻ നഗരത്തിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ആളപായമില്ലെന്ന് ബെൽഗറോഡ് സിറ്റി ഗവർണർ അറിയിച്ചു. മേഖലയിൽ യുക്രൈൻ പ്രയോഗിച്ച 7 ഡ്രോണുകൾ റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിച്ചതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. യുക്രൈൻ ഭാഗത്തുനിന്നും പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മുന്നേറ്റത്തിൽ ഊർജ്ജ മേഖലയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഊർജ്ജ വാരാചരണത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. 1330 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് ഗോവയിൽ തുടക്കം കുറിക്കും. ഭീകരതയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ.
ഏകീകൃത സിവിൽ കോഡ് ബിൽ ഉത്തരാഖണ്ഡ് സർക്കാർ നിയമസഭയിൽ വച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കുട്ടികളെ ഉപയോഗിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബിംസ്റ്റെക് അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.